ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ചിക്കൻ കടായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ വിനീഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുക്കുന്നത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ടൈം കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയും ഒന്ന് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചിക്കൻ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. കാരണം നമ്മൾ ഈ ഒരു ചിക്കന് വേറെ കുക്ക് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് നല്ല കുക്കായി കിട്ടണം. തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ല പോലെ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പൊറോട്ട, പത്തിരി, ഇടിയപ്പം, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ചിക്കനൊക്കെ ഇതാ അവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എടുത്തൊന്ന് മാറ്റി വെക്കാം. ചിക്കനൊക്കെ ഒന്ന് ഓയിലിൽ നിന്ന് എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അതാ എല്ലാ ചിക്കനും ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു സവാള ഒന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ 1 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാളയും 1 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഒരു ക്യാപ്സിക്കവും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ക്യാപ്സിക്കവും സവാളയൊക്കെ നമുക്ക് ഒന്ന് വഴറ്റിയിട്ടൊന്ന് മാറ്റി വെക്കണം. നല്ല പോലെ തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ ഇതൊക്കെ ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ട്, അതാണ് ഒരു ക്ലാരിറ്റി കുറവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെയാണ്. ഇനി വേണ്ടത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. തക്കാളി മിക്സിയിൽ വെള്ളം ചേർക്കാതെ നല്ല പോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളി നമ്മൾ പച്ച തക്കാളിയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് കിട്ടണം.
അങ്ങനെ ഇതാ ഇതിവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഈ ഒരു മസാലയിൽ നല്ല പോലെ തന്നെ കോട്ടായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഇതാ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ നിറങ്ങിയിട്ട് ഇതുപോലെ കിട്ടും. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു മസാലയിൽ നല്ല പോലെ കോട്ടാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുരുമുളക് പൊടിയും ഈ ഒരു ഗരം മസാലയൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ഒരു കടായിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കടായിയാണിത്. ഇത് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഞാനൊരു 4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എത്ര അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കടായിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വേണ്ടത് റെഡ് ചില്ലി സോസാണ്. ഈ ഒരു റെഡ് ചില്ലി സോസാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. അതും നമുക്കൊരു 1.5 ടീസ്പൂൺ വരെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സോസൊക്കെ ഒരു മസാലയിൽ നല്ല പോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുള്ളത്. അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിത് ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് പാൽ പൊറോട്ടയുടെ കൂടെയാണ്. ഒരു പാൽ പൊറോട്ട നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.